ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ തലക്കറിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 150 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറി വരുന്നോളം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ തല ചേർത്ത് കൊടുക്കാം. ഞാൻ കിങ്ഫിഷിൻ്റെ തലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2-2.5 കിലോളം വരും. അതിനുശേഷം ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് ഉപ്പിടാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇതാദ്യമേ പുളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കഷ്ണവും വളരെ ജെൻറ്റിലായിട്ട് തന്നെ മറിച്ചിടണം, അത് ഉടഞ്ഞു പോകാതെ തന്നെ. ശേഷം അതിലേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഗ്രേവി ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഓരോ 5 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഒരു നുള്ളു ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ തലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.